ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ കുക്കിംഗ് ചാനലായ ഗീമാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കുഷ്ക റൈസാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2-3 തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കസൂരി മേത്തി, ബേ ലീഫ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2-3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളക്, അതേപോലെ തന്നെ റൈസ്, ബസുമതി റൈസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ജീര റൈസ് ആണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഈ ഒരു കുഷ്ക എന്ന് പറയുന്നത് നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ എത്രയോ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് ലഞ്ചിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം, ഡിന്നറായിട്ടും യൂസ് ചെയ്യും, ഡിന്നറിനും കഴിക്കാൻ എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ കുഷ്ക പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് നെയ്യ് ആഡ് ചെയ്യണം. നമ്മൾ നെയ്യ് ആഡ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്തിടുന്നു? എടുത്ത് വെച്ചിരിക്കുന്ന ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന തക്കാളി, 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എരിവ് കുറഞ്ഞ 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ടതാണ്. അത് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ എടുത്തേക്കുന്ന എണ്ണയില്ലേ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ആ ടൊമാറ്റോയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് നമ്മളിനി ഈ കുക്കറിലേക്ക് ഒഴിക്കേണ്ടത്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ആ മിക്സ് നമ്മൾ മിക്സിയിലേക്ക് ആക്കി കൊടുത്തതാണ്. അതിനുശേഷം നന്നായിട്ടിതൊന്ന് വേവിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ പച്ചയായിട്ടുള്ള തക്കാളിയൊക്കെ ആണല്ലോ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തത്. അപ്പം ഇത് ആ ഒരു ഗീയിലും പട്ടയിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് വേവേണ്ടതാണ്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവിക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് അരി ഇളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതിൽ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്, അരി നിറച്ചെടുത്തിട്ടുണ്ട്. ആ അരി എടുത്തിട്ട് നന്നായിട്ട് വേറൊരു പാത്രത്തിലിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും മിനിമം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതേപോലെ അതിനുശേഷം ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് അത് ബോയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കൂടാതെ പാകത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമ്മൾ ഒരു 3/4 കപ്പോളം റൈസ് എടുത്ത അതേ തന്നെ 3/4 കപ്പോളം വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ചൂടാക്കാൻ സമയമില്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് പച്ചവെള്ളം തന്നെ ഒഴിക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളം വേവണം, വെള്ളം തിളച്ച് വരണം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കണം, ഉപ്പ് ലേശം മുന്നിട്ട് നിൽക്കണം. അതിലേക്ക് നമ്മൾ കസൂരി മേത്തി ഇട്ടേക്കുന്നത്. കസൂരി മേത്തി ഇതാണ് ഇതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത്. കസൂരി മേത്തിയും പട്ട ലീഫും അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുകി വെച്ച റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു കോരി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പിടാൻ പോവാണ്. കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല തീയിൽ ഫസ്റ്റ് വിസിൽ വരും. അത് കഴിഞ്ഞതിന് ശേഷം സിമ്മിലാക്കിയിട്ട് ഒരു വിസിൽ കൂടാം. മൊത്തം 2 വിസിൽ കഴിഞ്ഞാൽ നമ്മുടെ കുഷ്ക റെഡിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുമാണ്. ഇതാ നമ്മുടെ 2ാമത്തെ വിസിലും വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കുക്കറിനുള്ള പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തേക്കാണ്. കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇതാ
ഇങ്ങനെയാണ് നമ്മുടെ കുഷ്ക വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കുഷ്ക റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. ഈ ഒരളവിലെടുത്തിട്ടുണ്ടെങ്കിൽ 4 ആൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ അല്ലു ടേസ്റ്റ് ചെയ്തിട്ട് പറ കുഷ്ക എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാ.